സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കൈകൾ കൂപ്പി ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചാലോ? പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ. പുത്രനായ യേശുവേ, പുത്രനായ യേശുവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എന്നെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ചാലോ? കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഇപ്പോൾ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ അനുഭവപ്പെടുന്ന എല്ലാ ഭാരങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ ഉത്കണ്ഠകളും, അനേക ഉത്കണ്ഠകളിലാണ്. കർത്താവെ സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ അവസ്ഥ അതെന്ത് തന്നെയാണെങ്കിലും കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് അങ്ങ് അത്ഭുതകരമായി ഞങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കും. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് അത് സംഭവിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. നമുക്ക് നമ്മളെ സമർപ്പിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകണമേ, വിശുദ്ധി നൽകണമേ, സംരക്ഷണം നൽകണമേ, ഉണർവ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നമുക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാലോ? നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലും ഇടപെടണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് നമ്മുടെ പ്രാർത്ഥനാ നിയോഗം എന്താണോ അത് ഓർക്കുക. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ആ മേഖലകൾ സമർപ്പിക്കുക. കർത്താവെ, എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഇപ്പോൾ ഞാൻ ഉയർത്തിയ ഈ കൈകളിലുണ്ട്. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളിൽ ഇടപെടണം. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി ആ വിഷയങ്ങളിൽ ഇടപെടണം, ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് കർത്താവ് ഇടപെടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ഉത്തരം നൽകും. നീ വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. നിനക്ക് വിളിക്കാൻ, നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലവും, നിനക്ക് വിളിക്കാൻ ഒരു പേരുമുണ്ട്. അത് യേശു എന്ന നാമമാണ്. ഓ ദൈവമേ, സ്വർഗം തന്ന ആ നാമം ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആത്മീയമായൊരു ഉണർവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒരല്പസമയം ഒന്ന് ഹൃദയം തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാവ് തുറന്ന്, ഹൃദയം തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ഒരു പുത്തൻ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയപ്പെടട്ടെ. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് ദൈവവചനത്തിൽ നമ്മുടെ മുമ്പിൽ വലിയ ഒരു അഭിഷേകം, അനുഗ്രഹം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്. നിനക്ക് മാന്യനായ വ്യക്തിയാവണമോ? മാന്യയായ വ്യക്തിയാവണമോ? നല്ല ചോദ്യം അല്ലേ? എൻ്റെ ദൈവമേ, കുറേ നാളായി ഒരു മാന്യനാവാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാന്യനായി ജീവിക്കാൻ, മാന്യനായി, ഒരു നോബിൾ മൈൻഡഡ് പേഴ്സൺ, ഒരു നോബിൾ മാൻ. ഒരു പക്ഷേ ചിലരുടെയൊക്കെ പേരുണ്ടാവും നോബിൾ എന്ന്, പക്ഷേ ഒരു തരി മാന്യതയും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് വിശുദ്ധ ഗ്രന്ഥം വലിയൊരു ഓഫർ വയ്ക്കുകയാണ്. നിനക്ക് ഒരു നല്ല മാന്യയായ വ്യക്തിയാവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇന്ന് വായിക്കുന്നൊരു വചനഭാഗം, അത് അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായം അതിൻ്റെ
11 തിരുവചനമാണ്. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 17, 17 അധ്യായം, അതിൻ്റെ 11 തിരുവചനം നമുക്ക് വായിച്ചാലോ? ഒച്ചത്തെ വായിച്ചേ. ഈ സ്ഥലത്തെ യഹൂദർ തെസലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ചില ആളുകളെ കുറിച്ച് പറയുവാണ്, അവര് മാന്യന്മാരായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ഒരാളെ, അയാൾക്ക് മാന്യതയുണ്ടോ മാന്യതയില്ലയോ എന്ന് അളക്കുന്നത് എങ്ങനെയാ? എന്തിൻ്റെ മാനദണ്ഡത്തിലാ? നമ്മൾ പലപ്പോഴും മാന്യന്മാരെന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? നമ്മളൊരാളെ കാണുമ്പോൾ അയാൾക്ക് കാറുണ്ട്, അയാൾക്ക് വീടുണ്ട്, അയാൾക്ക് ജോലിയുണ്ട്, അയാളുടെ നടപ്പ് തന്നെ കണ്ടാൽ ഒരു പത്രാസുള്ള നടപ്പാണ്, അയാളുടെ വസ്ത്രവിധാനം, അയാളുടെ ബന്ധങ്ങൾ, അയാളുടെ കുടുംബ പാരമ്പര്യം, അല്ലേ? ഇതെല്ലാം നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ പറയും, ഇയാളൊരു മാന്യനാണെന്നൊക്കെ പറയും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിനക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് നിനക്ക് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാന്യത അളക്കുന്നത് ഒരളവുകോല് വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുകയാണ്. ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് പൗലോസും സീലാസും. ആരൊക്കെയാണ്? പോൾ ആൻഡ് സിലാസ്. നമ്മളിപ്പോൾ വായിച്ച അധ്യായം 17 അധ്യായം. 16 അധ്യായത്തിൽ നമ്മൾ ഇവരെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് 16 അധ്യായത്തിലെ പ്രത്യേകത? നിങ്ങളത് പഠിക്കണം. എന്താണ് പ്രത്യേകത? 16 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ പൗലോസും സീലാസും എവിടെ കിടക്കുന്നു? കാരാഗ്രഹത്തിൽ കിടക്കുന്നു. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും സീലാസും അവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് സംഭവിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അനുകൂല സാഹചര്യങ്ങളായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പൗലോസും സീലാസും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ പറയുവാണ്. നിന്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള സാഹചര്യം ഒരുപക്ഷെ അത്ര അനുകൂലമാകണമെന്നില്ല. ഈ അനുകൂലമാകാത്ത പ്രതികൂല സാഹചര്യത്തെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? നിന്റെ ഇരുട്ടറയിൽ, നിന്റെ തടവിൽ കഴിയുന്ന നിന്റെ രോഗപീഠയിൽ നീ പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ നീ നന്നായി സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് പ്രതികൂല സാഹചര്യങ്ങളെല്ലാം എന്തായി മാറും? അനുകൂല സാഹചര്യങ്ങളായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മുടെ പൗലോസും സീലാസും ആരാണ്? പോൾ ആൻഡ് സീലാസ്. പൗലോസും സീലാസും തടവറയിൽ കിടന്ന് സ്തുതിച്ചൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അനുകൂലമായ സാഹചര്യമായി മാറിയതിന് ശേഷം ഇവർ പുറത്തിറങ്ങിയിട്ട് പിന്നീട് ഇവരെന്ത് ചെയ്തെന്നറിയോ? ഇവർ അനുഭവിച്ച ഈ കാര്യത്തെ ലോകം മുഴുവൻ പറയാൻ വേണ്ടി ഇവർ ഓടി നടക്കുവാണ്. അങ്ങനെ ഇവർ നടന്ന് ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്തെ വചനം പഠിപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയാവോ? അവർ അവിടെ എത്തി യഹൂദരുടെ സിനഗോഗിലേക്ക് പോയി. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ആ സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? ബൊറോ എന്നാണ് പറയുന്നത്, അല്ലേ? ബെറോയിലേക്ക് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ബെറോ പറഞ്ഞേ. ബെറോ എന്ന് പറയുന്ന ഒരു സ്ഥലം. ബെറോയിലുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? ആ ആളുകളെ കുറിച്ചാണ് ഇതാ അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്നത്. അവര് മാന്യന്മാരായിരുന്നു, അവർ നോബിൾ പേഴ്സൺസ് ആയിരുന്നു. എന്താണ് അവർക്ക് അത്ര മാന്യത ഉണ്ടെന്ന് പറയാൻ കാരണം? അവര് നല്ല വീടും പത്രാസും ഉള്ളവരായിരുന്നത് കൊണ്ടാണോ? അല്ല. ബൈബിള് പറയുന്നു 17 അധ്യായം 11 തിരുവചനം വായിച്ചേ. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. കാരണം അവരുടെ മാന്യതയുടെ അർത്ഥം എന്ത് എന്നുള്ളത് അടുത്ത വചനത്തിൽ എഴുതിയിട്ടുണ്ട്. വായിച്ചേ. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അതീവ താല്പര്യത്തോടെ
വചനം സ്വീകരിച്ചു. കണ്ടോ, വെറുതെ സ്വീകരിച്ചെന്നല്ല, അതീവ താല്പര്യത്തോടെ. ആ വാക്കൊന്ന് പറഞ്ഞേ. അതീവ താല്പര്യത്തോടുകൂടി അവർ വചനം സ്വീകരിച്ചു. എന്നിട്ട് അടുത്ത കാര്യം കൂടെ വായിച്ചേ. അവർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിച്ചിരുന്നു. അനുദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കേ, അവർക്ക് ചില ശീലങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ശീലം എന്താണ്? ദിവസവും അനുദിനം ദിവസവും ബൈബിൾ വായിക്കുന്ന ശീലം. ദിവസവും വചനഗ്രന്ഥം വായിക്കുന്ന, പരിശോധിക്കുന്ന രീതി. അതുകൊണ്ട് ആ വചനം പറഞ്ഞത് അവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അതുമാത്രമല്ല, അനുദിനം അവർ വചനത്തോട് അത്രമേൽ ബന്ധമുള്ളവരായിരുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നിനക്ക് മാന്യനാണോ മാന്യതയുള്ള വ്യക്തിയാണോ എന്ന് അറിയണമെങ്കിൽ നിനക്ക് വിശുദ്ധ ഗ്രന്ഥത്തോട് എത്രത്തോളം ബന്ധമുണ്ടെന്ന് പരിശോധിച്ചാൽ മതി. ഇക്കാലം അത്രയും എന്നെ സ്നേഹിച്ചു വളർത്തി നടത്തിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ ബലം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ അൾത്താര നമ്മളെ ക്ഷണിക്കുന്നത് നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ അന്തസ്സിൽ ഉയർത്തുന്നതിന് വേണ്ടി, നമ്മളെ മാന്യന്മാരാക്കുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഒരു വലിയ സ്വാഗതമാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. എന്താണ് ഇന്നത്തെ എൻ്റെ ജീവിത അവസ്ഥ? ഈ അവസ്ഥയിൽ നീ സന്തോഷവാനാണോ സന്തോഷവതിയാണോ? ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ചില ഭാരങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടാവും. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ നശിച്ചൊരവസ്ഥയിലാണ്, ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. അതേസമയം തന്നെ അനേകർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർ ഇപ്പോഴത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇതൊക്കെ ഇങ്ങനെ പോവുകയുള്ളൂ, ഞാൻ ഇങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളാണ് എന്നിങ്ങനെ പറഞ്ഞ് അസ്വസ്ഥപ്പെടുന്നുണ്ടാവും. എന്നാൽ വിശുദ്ധ അൾത്താര നിന്നെ ഇപ്പോൾ ക്ഷണിക്കുന്നത് നിന്റെ ജീവിത നിലവാരത്തെ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. നിന്നെ മാന്യനാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, നിന്നെ മാന്യയാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതാ ഈശോ നിന്നെ ക്ഷണിക്കുകയാണ്. വചനത്തോട് നിനക്ക് എത്രത്തോളം ബന്ധമുണ്ടോ അത്രത്തോളം നിന്റെ ഉള്ളിൽ കർത്താവ് ഒരു മാന്യതയുടെ കൃപ നൽകും. നീ അത് വിശ്വസിക്കുക. കർത്താവേ, നിന്നോടുള്ള ബന്ധമാണ് എൻ്റെ അനുഗ്രഹം. റോമാക്കാർക്കെഴുതിയ ലേഖനം 9:16 എന്നാൽ മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. രണ്ട് കരങ്ങളും ശിരസിൽ വയ്ക്കുക, കണ്ണടയ്ക്കുക. ഓരോ വ്യക്തിയും ചിന്തിക്കുക, എന്താണ് എൻ്റെ ജീവിത അവസ്ഥ? ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണ്ടേ? നമ്മുടെ തന്നെ സ്വഭാവ രീതികൾ ചിന്തിക്കുക. ഒരുപക്ഷെ നമ്മുടെ സ്വഭാവത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മുടെ പ്രവർത്തികൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വലിയ ഭാരപ്പെട്ടായിരിക്കും. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ വീട് ഇങ്ങനെയാണല്ലോ, എൻ്റെ ചെറുപ്പകാലം മുതൽ ഇങ്ങനെയാണല്ലോ എന്ന് നീ ചിന്തിച്ച് നീ ഭാരപ്പെടണ്ട. നീ ആയിരിക്കുന്ന അവസ്ഥയെ മാറ്റിമറിക്കാൻ ദൈവത്തിന് സാധിക്കും. നിന്റെ ഗതി കർത്താവ് മാറ്റും, നിന്റെ യാത്രയുടെ വഴി കർത്താവ് മാറ്റും. നീ അത് വിശ്വസിക്കുക.